ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഇങ്ങോട്ട് സ്റ്റുഡൻറ്റ് വിസായി വന്നാൽ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു അതിനെക്കുറിച്ച് വിശദമായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാമെന്ന്. അപ്പം അതിന് നമ്മൾ ഓരോരോ പോയിൻ്റായിട്ടെടുത്ത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറയാവേ. അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് ഇവിടുത്തെ ഇവിടെ വന്നു കഴിയുമ്പോൾ പാർട്ട് ടൈം ജോബ് എങ്ങനെ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇപ്പം കുറേ പേർക്കൊക്കെ പാർട്ട് ടൈം ജോബ് കിട്ടുന്നുണ്ട്. എന്നാലും ഒത്തിരി സ്റ്റുഡൻസ്, അതായത് എനിക്ക് നേരിട്ടറിയാവുന്നു അല്ലാത്തതുമായിട്ടുള്ള ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒത്തിരി സ്റ്റുഡൻസ് മറ്റു പലരും അവർക്ക് പരിചയമുള്ളവരൊക്കെ ഇവിടെ വന്നിട്ട് 2-3 മാസമൊക്കെ ചിലപ്പം ജോലിയൊന്നും കിട്ടാതെ വിഷമിക്കുന്നുണ്ട്. അതിപ്പം നാട്ടിൽ നിന്ന് ഈ ലോൺ എടുത്തുകൊണ്ട് വരുന്നവരാണെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പിന്നെ നാട്ടിൽ നിന്ന് പൈസയൊന്നും അയച്ചു കൊടുക്കാനില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ പാർട്ട് ടൈം ജോബ് എല്ലാവരും പറയുന്നുണ്ട് കിട്ടുമെന്ന്. അത് പിന്നെ കുറച്ച് പേർക്കൊക്കെ വേഗം കിട്ടും. അവർ അന്വേഷിക്കുകയും നടക്കുകയും നല്ല ആക്റ്റീവായിട്ട് അന്വേഷിച്ച് നടന്നാലേ കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെയുണ്ട്. അപ്പം നമ്മൾ ആൾക്കാരോട് ഇടപെടുകയും പോയി അന്വേഷിക്കുകയൊക്കെ ചെയ്യാതിരുന്നാൽ കിട്ടാൻ ഭയങ്കര പാടാണ്. അങ്ങനെ കുറേ പേർക്കൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം ഒത്തിരി പേര് ജോബ് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് തന്നെയാണെങ്കിലും ഒത്തിരി കൂടിയില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ പാർട്ട് ടൈം ജോബ് ഇപ്പോഴും സ്റ്റിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം അക്കോമഡേഷനെ കുറിച്ചാണ് പറയുന്നത്. അക്കോമഡേഷനും കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര എക്സ്പെൻസീവുമാണ്. ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 2 പേര് കൂടി ഒരു റൂം എടുക്കുകയാണെങ്കിൽ ഒരാൾക്കൊരു 100-300 പൗണ്ടിനൊക്കെ ഒരു മാസം കൊണ്ട് നമുക്ക് അക്കോമഡേഷൻ കിട്ടുമായിരുന്നു. ഇപ്പോൾ അത് പോയിട്ട് ഇപ്പം കൂടുതൽ ആൾക്കാർ റൂം ഷെയർ ചെയ്താൽ പോലും നല്ല എക്സ്പെൻസ് ആകുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇപ്പം യൂണിവേഴ്സിറ്റിയുടെ അടുത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പെൻസാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യേണ്ടി വരും. അതിനും നല്ല പൈസ മുടക്കുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ട്രാവലിങ്ങിനൊക്കെ നല്ല പൈസ മുടക്കുണ്ട്. പിന്നെ കുട്ടികൾ ഇവിടെ വന്ന് ഷെയർ ചെയ്ത് റൂം എടുത്തല്ലേ താമസിക്കുന്നത്. അപ്പോൾ അവർ തന്നെത്താൻ കുക്ക് ചെയ്ത് ഫുഡൊക്കെ എല്ലാം സാധനങ്ങൾ മേടിച്ച് ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യണം. പിന്നെ ഈ ജോബിനൊക്കെ പോകുന്നവർ അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് പീരീഡിൽ യൂണിവേഴ്സിറ്റി പോകണം. യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ പോകാതിരിക്കുന്ന പിള്ളേരും ഉണ്ട്. പക്ഷേ അതിപ്പം കംപ്ലീറ്റിൽ അവരത് നിർബന്ധമാക്കിയിരിക്കുകയാണ്. അവിടെ ചെന്ന് അറ്റൻഡൻസ് കൊടുക്കണം. അല്ലെങ്കിൽ അവർക്ക് പോസ്റ്റ് സ്റ്റഡി വിസ ഒന്നും കിട്ടാൻ പോണില്ല. ഗ്രാജുവേഷന് കിട്ടാതെ പോസ്റ്റ് സ്റ്റഡി വിസ ഒന്നും കിട്ടാൻ പോണില്ല. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി ചില പിള്ളേരൊക്കെ ഇങ്ങനെ യൂണിവേഴ്സിറ്റി ഒഴിവാക്കി ആ സമയത്തും കൂടെ ജോബ് ഇങ്ങനെ ശരിക്കും 20 hours ചെയ്യാൻ പറ്റുന്നത്. എന്നാലും അറിയാതെ വല്ല കടകളിൽ കൂടെയൊക്കെ പോയി ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ അറിവില്ലാതെ ഇങ്ങനെ എടുക്കാറുണ്ട്, ജോലി ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ അവരറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കുറ്റമാണ് താനും. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ഇത് അക്കോമഡേഷനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അപ്പോൾ അക്കോമഡേഷന് ഒക്കെ കിട്ടും. പക്ഷേ 2-3 കുറേ പേര് കൂടിയൊക്കെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. എന്നാലും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് താമസിച്ചില്ലെങ്കിൽ നമുക്ക് റെൻറ്റൊക്കെ കണ്ടമാനം ആകും. അത് അഫോർഡ് ചെയ്യാനൊന്നും ആർക്കും പറ്റുകയില്ല. പിന്നെ ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ ഇവിടുത്തെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നാമത്തെ കാര്യം റെൻറ്റ് കൊടുക്കണം. റെൻറ്റ് നല്ലൊരു തുകയാകും. പിന്നെ ഷെയർ ചെയ്തൊക്കെ താമസിക്കുകയാണെങ്കിൽ എന്നാൽ തന്നെ ഒരു 400 പൗണ്ട് 500 പൗണ്ടൊക്കെ ഒരു മാസം ആകും ഷെയർ ചെയ്ത് താമസിച്ചാൽ പോലും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ജോലി സ്ഥലത്തേക്ക് യാത്ര ചെയ്താൽ പോകുന്നുണ്ടെങ്കിൽ യാത്രാ ചിലവാകും. പിന്നെ ഉള്ളത് പിന്നെ ഫോൺ ഉപയോഗിക്കുന്നതിന് അതിന് നല്ലൊരു ചാർജാകും. വേറെ എന്നാന്ന് ചോദിച്ചാൽ പിന്നെ ഒത്തിരി ബില്ലുകളുണ്ട്. നമ്മൾ വാടക കൊടുത്ത് താമസിക്കുന്നെങ്കിൽ അവിടുത്തെ ബില്ലുകളൊക്കെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. അതായത് കറണ്ട് ചാർജ്, ഗ്യാസ് ചാർജ്, വാട്ടർ ബില്ല്, പിന്നെ കൗൺസിൽ ടാക്സ് ബില്ല്, ഇങ്ങനെ പറഞ്ഞ് കുറേ ബില്ലുകളുണ്ട്. ഇതെല്ലാം കൂടി തന്നെ നല്ലൊരു എക്സ്പെൻസ് ആകും. അപ്പോൾ ഇത്രയും പൈസയൊക്കെ ചിലവിന് തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ചിലവിനുണ്ടാക്കുന്നത് കൂടാതെ നമുക്ക് യൂണിവേഴ്സിറ്റി ഫീസും കൂടെ
ഇപ്പം ഉണ്ടാക്കണമെങ്കിൽ അത് മിക്കവാറും പെൺകുട്ടികൾക്ക് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, എല്ലാം ഉണ്ടാക്കാൻ പറ്റുകയില്ല. അപ്പം ഇപ്പം നാട്ടിൽ നിന്ന് കുറേയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഈ ഇപ്പോഴും സ്റ്റുഡൻറ്റ് വിസായി വന്നാൽ കുഴപ്പമില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നാട്ടിൽ നിന്ന് കുറച്ച് പൈസ, അതായത് ലോൺ എടുത്തൊന്നും വന്നിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. ഇവിടുത്തെ സ്റ്റുഡൻറ്റ് പീരീഡിലോ പോസ്റ്റ് സ്റ്റഡി വർക്ക് ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഈ എടുത്ത ലോണെല്ലാം അടച്ചു തീർക്കാൻ പറ്റുമെന്ന്. കാരണം പിള്ളേർ പിന്നെ ഇവിടെ വർക്ക് പെർമിറ്റ് വിസ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ അതിനും ഇതുപോലെ ഏജൻസിക്ക് പൈസ കൊടുത്ത് ലക്ഷങ്ങൾ 10, 12, 15 ലക്ഷം രൂപ ആകും. അപ്പോൾ ഇതിനെല്ലാം കൂടെയുള്ള പൈസ ഇല്ലാതെ ഇപ്പം നാട്ടിലോട്ട് തിരിച്ചു പോകാനും പറ്റുകയില്ല, ഇവിടെ ഇത്രയും പൈസ അവിടെ നിൽക്കാനും പറ്റുകയില്ല ഒരു സാഹചര്യത്തിലോട്ട് പെട്ടുപോകും പിള്ളേർ. പിന്നെ നേരത്തെ സാഹചര്യമൊക്കെ മാറിയല്ലോ, ഇപ്പം ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരത്തില്ലെന്നാക്കി. അപ്പം ഇത്രയും നാളിപ്പം സ്റ്റുഡൻറ്റ് വിസായി വരുന്ന ആളുടെ ഇപ്പം ഡിപ്പെൻഡൻ്റ് ഇപ്പം ഹസ്ബൻഡോ ആണെങ്കിൽ വൈഫ് ആണെങ്കിൽ ഹസ്ബൻഡ്, അങ്ങനെയുള്ളവർ വരുവാണെങ്കിൽ അവർക്ക് ഫുൾ ടൈം ജോബ് ചെയ്യാമായിരുന്നു. അപ്പോൾ അങ്ങനെ ജോബ് ചെയ്ത് അവർക്ക് കുറേ പൈസ ഉണ്ടാക്കാമായിരുന്നു. ഇനിയിപ്പോൾ അതും നിന്ന് പോയത് കൊണ്ട് ഇപ്പം ഫാമിലിയൊന്നും കൊണ്ടുവരത്തില്ലല്ലോ. അപ്പോൾ ഈ ഒരാൾ വന്ന് നിന്ന് ഈ 20 hours ഒരു വീക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം വേജല്ലേ എന്തായാലും കിട്ടുള്ളൂ. മിനിമം വേജിലും കുറേ പേർക്കൊക്കെ കിട്ടുന്ന ഈ ഷോപ്പിലൊക്കെ നിൽക്കാൻ പോകുന്നവരെ, അല്ലെങ്കിൽ എക്സ്ട്രാ അവേഴ്സ് ചെയ്യാൻ പോവുകയൊക്കെ ചെയ്യണേ, അതിനൊക്കെ അവർക്ക് പൈസ കുറവ് അവർ കൊടുക്കുള്ളൂ. അപ്പം എന്നാലും പിള്ളേരുള്ളതാകട്ടെ എന്ന് വിചാരിച്ച് അതുമൊക്കെ ചെയ്യാൻ പോകും. പോസ്റ്റ് സ്റ്റഡി വിസ കഴിഞ്ഞിട്ടൊരു ഫുൾ ടൈം ജോബിലേക്ക് ആകാനും വലിയ പാടാണ്. ഒത്തിരി പിള്ളേർ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഏജൻസികൾ കൊടുക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ പൈസ മേടിച്ചിട്ടാണേലും അറേഞ്ച് ചെയ്തൊക്കെ ഇങ്ങനെ കെയർ വിസയും അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ അതിൻ്റെ സാധ്യതയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പൈസ കൊടുത്താൽ പോലും അതും കിട്ടാൻ ബുദ്ധിമുട്ടായി വന്നിരിക്കുകയാണ്. കാരണം ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർ കണ്ടുപിടിച്ചാൽ പിന്നെ ഇപ്പോൾ പൈസ മേടിച്ച് ഇപ്പോൾ കെയർ ഹോമുകാർ ജോലി കൊടുത്തിട്ടുണ്ട്, ആ കെയർ ഹോമിൻ്റെ ലൈസൻസും ഒക്കെ പോകും, ഏജൻസിയുടെ ലൈസൻസൊക്കെ. അപ്പോൾ അത് മേടിച്ചിട്ട് ഇപ്പം എനിക്ക് തോന്നുന്ന ഏജൻസികളൊക്കെ അങ്ങനത്തെ ഇതൊക്കെ കുറച്ചിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ വേറെ അടുത്തൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഈ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന പിള്ളേരെ ഇപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് വന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ അവരുടെ ഫീൽഡ് തന്നെയാണ് ഒരു ഹയർ കോഴ്സിനാണ് വരുന്നതെങ്കിൽ അതിൽ പാസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ഫീൽഡിൽ തന്നെ ജോബിന് ചാൻസ് ഉണ്ട്. ഇപ്പം അവരുടെ ക്വാളിഫിക്കേഷൻക്കാനും ഒത്തിരി ഡിഫറൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് ഇപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള ഒരു ഇതായിട്ട് ഏജൻസികളും ഇത് കൊടുക്കുന്നവരൊക്കെ കൂടെ ചുമ്മാ വിസ കൊടുക്കും, പക്ഷേ ഏതെങ്കിലും ഒരു കോഴ്സായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇവിടെ സ്കിൽഡ് ജോബ് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ പിന്നെ അവരുടെ പഠിച്ച ഫീൽഡിലുള്ള ജോബൊന്നും കിട്ടുകയില്ല. പിന്നെയും കിട്ടാൻ പോകുന്നത് ഈ കടകളിൽ കൂടെ നിൽക്കുക, അല്ലെ കെയറായിട്ട് വർക്ക് ചെയ്യുക, അല്ലെ പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്യുക, ഇതൊക്കെയേ കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് വേണം സ്റ്റുഡൻസ് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. നല്ലൊരു അവനവൻ്റെ ഇപ്പം നാട്ടിലൊരു നല്ല ജോലിയൊക്കെ ആയിട്ട് ഒരുമാതിരി പൈസയൊക്കെ ആയിട്ടുള്ള ജോലി, ഒരു 40,000 50,000 ഒക്കെ ജോലി അല്ല രൂപ മേടിച്ച് ജോലി ചെയ്യുന്നവർ പോലും സ്റ്റുഡൻറ്റ് വിസയിൽ ഇങ്ങോട്ട് വന്നിട്ടുള്ളവരുണ്ട്. അതൊക്കെ വെറുതെ മണ്ടത്തരമാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നാട്ടിൽ അത്രയും രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്രയും അങ്ങനെയൊന്നും മിച്ചം വെക്കാൻ പോയിട്ട് ജീവിതച്ചെലവ് പോലും നടന്നു പോവുകയില്ല. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുള്ള കാര്യം എന്നാ? പിന്നെ ഇതെല്ലാം പഠിച്ചിട്ട് നല്ല ജോലി കിട്ടുമെന്നുള്ള ഒരു ഉറപ്പും ഇല്ലാതാനും. അങ്ങനെ ഇപ്പം നേഴ്സിങ് പഠിക്കാൻ വരുന്നവരാണ് പിന്നെ അവർക്ക് ജോലി കിട്ടാൻ നല്ല ചാൻസാണ്. എന്നുവെച്ചാൽ നേഴ്സിങ് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നേഴ്സസിന് എപ്പോഴും വേക്കൻസി ഉണ്ടല്ലോ, അപ്പം ജോലി കിട്ടും. അല്ലാതെയുള്ള സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവരുടെ കാര്യം കേട്ടോ മെയിനായിട്ട് ഞാൻ പറയുന്നത്. അതൊക്കെ ഭയങ്കര റിസ്ക്കാണ്. പ്രത്യേകിച്ചും ലോൺ എടുത്തിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവരോട് അങ്ങനെ ഒരിക്കലും വരരുതെന്നേ ഞാൻ പറയുള്ളൂ. അവരുടെ പേരൻസിനോട് ഞാൻ പറയുന്നത്, ഒരിക്കലും ലോൺ എടുത്ത് കടം മേടിച്ചിട്ട് സ്റ്റുഡൻസ് ഇങ്ങോട്ട് വിദേശങ്ങളിലോട്ടൊന്നും പഠിക്കാൻ വിടാതിരിക്കുക. അത് പിന്നെ വലിയ ബാധ്യതയാകും. കുട്ടികൾക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും വലിയൊരു ബാധ്യതയാകും. പിന്നെ നാട്ടിലോട്ട് തിരിച്ചു പോകാനും മേല, ഇവിടെ നിന്നിട്ടും കാര്യമില്ല, അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ കണക്കിലെടുത്തിട്ട് അതിനെക്കുറിച്ച് നല്ല ചിന്തിച്ചിട്ട് മാത്രം അത് നമുക്ക് പൈസയൊക്കെ മിച്ചമുണ്ട്. ഇപ്പം ഇവിടെ യൂണിവേഴ്സിറ്റി ഫീസ് കൊടുക്കാനും
ഏജൻസി അവിടെ നിന്നുള്ള പൈസ കൊടുക്കാനും ഒക്കെ നമ്മുടെ ഇപ്പം പേരൻസിൻ്റെ ഈ പൈസ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം അങ്ങനെയൊന്നും വന്നിട്ട് കാര്യമില്ല. അതൊക്കെ നഷ്ടത്തിൽ കലാശിക്കുന്നത്, കൂടുതലും നഷ്ടത്തിലാണ് കലാശിക്കുന്നത്. പിള്ളേരൊക്കെ ഭയങ്കരമായ സംഘർഷത്തിലാണ്, മാനസിക സംഘർഷത്തിലൂടെയൊക്കെ കടന്നു പോകുന്നത്. അത്രയൊക്കെയാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.